വെറും ആവശ്യമില്ലാതെ കുരങ്ങുന്നൊക്കെ രീതിയിൽ എന്നെ ആക്കി ആവശ്യമില്ലാതെ പറഞ്ഞു. അയാൾ ഏത് കൊലത്തിരിക്കുന്ന അയാൾക്ക് ഉള്ള പടം പൊട്ടിച്ച് ഒരു പടം പിന്നെ ഒരു പടം ഞാൻ നമുക്ക് ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് റബ്ബർ ഒക്കെ ഉണ്ട്. ഇപ്പൊ 200 മൂട് റബ്ബർ 200 ട്രീസ് റബ്ബർ ട്രീസ് അത് ഞാൻ തന്നെ കട്ട് ചെയ്യും. കട്ടൊക്കെ ചെയ്ത് കറക്കിയൊക്കെ അടിച്ച് കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ പറന്നടിക്കും കിംബോയി കെട്ടിയടിക്കും കിംബോയി വളർത്തിയടിക്കും കിംബോയി ചുറ്റിയടിക്കും കിംബോയി. മൊബൈൽ നോക്കിനാ മൊബൈൽ കണ്ടിനാ മൊബൈൽ തിന്നിനാ വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാ വളർത്തിയടിക്കും കിംബോയി ചുറ്റിയടിക്കും കിംബോയി ഇടിച്ചു കുത്തും കിംബോയി കുനിച്ചടിക്കും കിംബോയി. മാക്സിമം മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ നമുക്ക് ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ച മനോജും കിംബോയാണ്. വെൽക്കം ടു മാക്സിക് മീഡിയ. ടൈഗർ ആണെന്ന് പറയപ്പെടുന്നത്. നിങ്ങളെ പറ്റി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എന്റെ പേര് മനോജ്, കാസർഗോഡിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഏലു പറഞ്ഞാല് ഇന്റർവ്യൂലും നമ്മളെ റിവ്യൂലും അതുപോലെ കല്യാണ പരിപാടിയിലെല്ലാം പോയിട്ട് വരുന്നുണ്ട്. എന്റെ പേര് അശോക് എന്നാണ്. എന്റെ സ്ഥലം തിരുവനന്തപുരം വർക്കലയാണ്. ഞാൻ വരുന്നത് റീൽസിൽ കൂടെയാണ് ആദ്യം വൈറലായി. പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കൂടെയാണ് വന്നത്. പിന്നെ എനിക്കൊരു ഇങ്ങനെ തോന്നി ഒരു തമാശയൊക്കെ ചെയ്യാന്ന് തോന്നി, നമ്മുടെ ടർബോയും വരാമെന്ന് തോന്നി. അങ്ങനെ വന്ന ഒരു അടിപൊളി തിയേറ്റർ റിവ്യൂ വെച്ചാൽ കാച്ചി എനിക്ക് സ്വയം തോന്നി വന്നതാണ്. സ്വയം തോന്നി വന്നതാണ്. അങ്ങനെ ഒരു ചെയ്ത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ തോന്നി, വരണമെന്ന് തോന്നി, അങ്ങനെ ഇവിടെ വരണമെന്ന് തോന്നി. ഇവിടെ നമ്മുടെ സെലിബ്രിറ്റീസും എല്ലാം വരുന്നത് അങ്ങനെ പറയണ്ട. എന്നാലും നമ്മുടെ സെലിബ്രിറ്റീസും എല്ലാവരും വരുന്നതല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് കാണാം, അവരെ റിവ്യൂ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നു. നിങ്ങൾ ഓൾറെഡി കാസർഗോഡ് പിന്നെ നമ്മുടെ കാസർഗോഡ് വൈറലായിട്ട് ഉണ്ടായത്. പിന്നെ ഈടെ വനിതല് ആടുജീവിതം ടർബൊക്കെ വന്നിട്ട് പിന്നെ കൂടുതൽ വൈറല്. നിങ്ങളെ പുതിയ ആളുകൾ കോമാളി എന്ന് പറയുന്നത് യോജിപ്പെടുന്നുണ്ടോ? ഇല്ല, കോമാളി എന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മ ആ തരത്തില് എന്റെ രീതിയിൽ ഞാൻ ആ തരത്തിൽ ചെയ്യുന്ന ആളല്ല. കോമാളി എന്ന് പറയുമ്പോ നമ്മ ഇപ്പൊ ഒരു മീഡിയയിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ കല്യാണത്തിന് പോയിട്ട് കോമാളി എന്ന് പറയുന്നത്, കല്യാണത്തിന് പോയിട്ട് നമ്മ ഡീസെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കല്യാണ പരിപാടിയിൽ രാത്രി മദ്യപിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, അതൊന്നും നമ്മ ചെയ്യുന്നില്ല. ഞാൻ മദ്യപിക്കൂല. പിന്നെ അതുപോലെ സിഗരറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അപ്പൊ നമ്മ ഈ ഒരു എയിം വെച്ചിട്ടാണ്, നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടാണ്. അത് നമുക്ക് എന്തിലും കൂടെ ആവാം ലക്ഷ്യം. ഇപ്പൊ ഒരു ചിത്രകാരൻ ചിത്രകല വലിയ ആളാണെന്നെങ്കിൽ ആദ്യം തന്നെ ചിത്രം നല്ല ഭംഗിയോട് വരക്കണം പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ചെറിയ ഇത് തുടങ്ങി പിന്നെ അതേപോലെ നമ്മ ഇപ്പോ ഈ ഒരു വഴിയിൽ തുടങ്ങിയാല് പിന്നെ ഏത് വഴിക്കെത്തും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മെയിൻ എൻ്റെ ഒരു പ്രസംഗ കല എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗം പഠിക്കുന്നത്. അപ്പൊ ആ പ്രസംഗത്തില് നമുക്ക് പ്രസംഗിക്കാം താല്പര്യമുണ്ട്. അപ്പൊ ആ താല്പര്യത്തിന് ഒരു കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോ പിന്നെ മീഡിയയിലെല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഉള്ളിലുള്ള ഒരു വൈബ്രേറ്റർ കുറക്കാൻ പറ്റും. നമുക്ക് ഒരു ബോഡി ഒരു സ്ട്രോങ് കിട്ടാനും അതുപോലെ നമുക്ക് ചെയ്യാം, എല്ലാവരോടും ഉള്ള ഒരു ആ സ്നേഹത്തോട് പെരുമാറുന്ന അങ്ങനെ വേണ്ടിട്ട് നമ്മൾ എത്ര വർഷമായി? 2-3 years ആയി റീൽസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട്, കുറെ പേര് സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത്. ഞാൻ ആരും ഒരു വില കുറച്ച് കാണുന്ന ഒരു വ്യക്തിയല്ല. എല്ലാവരും ഒരു ഈക്വൽ, എങ്ങനത്തെ വ്യക്തിയെങ്കിലും ഒരു ഈക്വൽ ആയിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തി. വീട്ടില് അമ്മച്ചിയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ച് ഇപ്പൊ ഒരു 2 വർഷമാകുന്നു. ഞാൻ റീൽസ് 21 മുതല ഞാൻ ഗൾഫിലായിരുന്നു. 9 വർഷം UAE ദുബായിലൊക്കെ ആയിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് കോവിഡ് ടൈമിൽ എന്റെ ജോലിയൊക്കെ പോയി. അങ്ങനെ വന്ന് 2020 നാട്ടിൽ വന്ന് അപ്പോഴേ എനിക്ക് ചുമ്മാ
റീൽസ് ഒക്കെ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ റീൽസ് ചെയ്ത് അങ്ങ് അത് റീച്ചായി, വൈറലായി, പല വീഡിയോസും വൈറലായി. അങ്ങനെ അപ്പൊ നിങ്ങൾ കൊല്ലത്തുനിന്നാണ് ഈ മാത്രമല്ല വരുന്നത്? വർക്കല തിരുവനന്തപുരം വർക്കല അവിടുന്നാണ് വരുന്നത് ഈ പ്രോഗ്രാം? പല പല കല്യാണ പരിപാടികൾക്കും പല പല കാര്യത്തിനും പോണത്. ഇപ്പം കല്യാണ പരിപാടികളൊക്കെ ആയിരിക്കും നല്ല. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? എന്റെ വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. പിന്നെ ജോലി ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോലി സ്ഥിരമില്ല ചെയ്യുന്നുണ്ട്. പേയ്മെന്റ് 5-6 എല്ലാം ചോദിക്കുന്നുണ്ട് ഓരോരോ പ്രോഗ്രാം. ഡാൻസ്, പാട്ട്, ബാക്കി എല്ലാം. ഇപ്പൊ നിങ്ങൾ കാറിനൊക്കെ ചാടി ഇറങ്ങുന്ന സംഭവം അവര് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതാണോ അതോ നിങ്ങൾ സ്വയം കൈയിട്ട് ചെയ്യുന്നതാണോ? അല്ല, നമ്മള് സ്വയം കൈയിട്ട് ചെയ്യുന്നതാണ്. അവര് പറഞ്ഞിട്ടുണ്ട് നമ്മളെ വെറൈറ്റി ആയിട്ട് ഓരോ ഇത് സ്റ്റൈല് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം. അതൊക്കെ നിങ്ങൾ കയ്യിൽ തന്നെ ചെയ്യുന്നതാണ്. നമ്മള് പിന്നെ അവരും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇനി നല്ല നമ്മുടെ പുതിയ ആപ്പിളാക്കി നല്ലൊരു ഉന്മേഷം കൊടുക്കും, അവർക്ക് ആവേശം കൊടുക്കാൻ. ഏതെങ്കിലും കല്യാണ പരിപാടിക്ക് വേണ്ടി മോശം അനുഭവം എന്തെങ്കിലും ഉണ്ടാകട്ടെ ഇല്ല, വളരെ സ്നേഹപൂർവ്വം എല്ലാവരും. സിനിമയിൽ കയറാൻ താല്പര്യമുണ്ട്. നല്ല അവസരം കിട്ടിയാല് കയറാൻ താല്പര്യമുണ്ട്. ഇത് റിവ്യൂ മേഖലയില് ഏറ്റവും ഉപദ്രവിച്ചതിട്ട് ഇത്രയിലും ഇത്ര അറിയപ്പെടുന്ന ഒരു വ്യക്തിയെങ്കിലും പെരേര, നല്ല ആലിൻ ജോസ് പെരേര ഭയങ്കര ഇൻസൾട്ട് ആയത്. നമ്മ വരുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല. ഡാൻസ് ആ സമയത്ത് നമ്മ കറക്റ്റ് ഉണ്ടായി. പക്ഷെ പൊങ്ങി വരുന്ന അവന് തോന്നിയ ശേഷം അവന് നമ്മളെ കാണുന്നത് ഇഷ്ടമില്ല. നല്ല ഞാൻ വന്ന് പറഞ്ഞു, അതിനുശേഷം അവന് ഭയങ്കര ഇത് നമ്മള് പൊങ്ങി വരുന്ന രീതിയിൽ പിന്നെ വളരെ ഇൻസൾട്ട് ആക്കി ഓരോന്ന് പറയും, നമ്മളെ പറ്റി ഓരോന്ന് പറയും. അതൊക്കെ അവൻ ചെയ്യുന്നത് എന്തെന്ന് ജനങ്ങൾക്ക് മൊത്തം അറിയാം. കാസർഗോഡ് പോലീസ് നമ്മള് ആടെ പോയ ശേഷം അവന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തിയേറ്ററിന്റെ ഓണർ അവര് വിചാരിച്ച അവന്റെ ഒക്കെ കൂടി, അവന്റെ ഒക്കെ കൂടിയതല്ല. നമ്മള് ടിനി ടോം സാറ് പറഞ്ഞു നിങ്ങൾ സിനിമ കാണാൻ വന്ന് പറഞ്ഞു. പിന്നെ അവന് നമ്മളെ പുറത്താക്കി കയറ്റുന്നില്ല. അവൻ നേരെ വരുമ്പോ നമ്മ ഇത്രയും ഒന്നിച്ചുള്ളെന്ന് പറഞ്ഞിട്ട് അവൻ മെയിൻ ചെയ്യാതെ പോയി. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ആ ആറ്റിറ്റ്യൂഡ് നമ്മളിപ്പോ നമ്മളെ ലോങ് എന്ന് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് കോമാളി തരം എന്ന് പറയാന് എന്തെന്ന് പറഞ്ഞാൽ കോമാളി തരം എന്ന് നല്ല മോട്ടിവേറ്റ് നല്ല ആൾക്കാർ എന്റെ ഫ്രണ്ട് ഉണ്ട്. നല്ല പഠിച്ച് നല്ല വിദ്യാഭ്യാസം നല്ല മോട്ടിവേറ്റ് ഉള്ള ആൾക്കാർ ഞങ്ങൾക്ക് നല്ല 100% സപ്പോർട്ടാണ്. കോമാളി എന്ന് പറയുന്നത് നമ്മൾ മദ്യപിക്കുന്നില്ല, സിഗരറ്റ് വിൽക്കുന്നില്ല, പിന്നെ ഒരാളെ ഇൻസൾട്ട് അതെ ഒരു കോമാളി ചെയ്യുന്ന നമുക്ക് ഒരാള് സ്നേഹത്തോട് പെരുമാറാം. സ്നേഹത്തോട് നമുക്ക് ഈ കൊണ്ടുവരുന്ന ആൾക്കും നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും ഒരു കോമാളിത്തരമില്ല. അത് നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്ത് പോയാല് ഇപ്പൊ ബൊമ്പ് ഇട്ടിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ, അത് കോമാളിത്തരല്ലേ? അത് മുഖം കാണിക്കാത്ത നമ്മ ഫേസ് ടു ഫേസ് ഇപ്പൊ പെരേര് ഫുള്ള് ഡാൻസ് കളിച്ചോണ്ടുണ്ട്, അത് കോമാളിത്തരല്ലേ? നമ്മൾ ഡാൻസ് കളിക്കുമ്പോ എന്നോട് പറയുന്ന 5000 വേദിയിലുള്ള ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കണമെന്ന്. ഇപ്പൊ അതേപോലെ എന്നോട് പറയും കിംബോയി പറയുന്നത് നമ്മ സംസാരിക്കും 5000 അല്ല 10,000. പക്ഷെ ഈ പറയുന്ന വ്യക്തി 10,000 ഉള്ള വേദിയിൽ ചില 100% ഒരു 80% ആൾക്കാരില് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയെന്ന്. പക്ഷെ ആ വ്യക്തിയോട് നമുക്ക് പറഞ്ഞാല് 10,000 വേദിയിലുള്ള ആൾക്കാരെ ആ മുന്നിൽ സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കും? അപ്പൊ ഇത് ചെയ്തിട്ട് നമ്മ സംസാരിക്കുന്നത് നമ്മ എന്ത് കോമാളിത്തരയിൽ നിന്ന് നമ്മ തെറ്റായ വഴിയിൽ പോയിട്ട് നമ്മ ഇത് ചെയ്യുന്നുണ്ട് അവിടെ അംഗീകരിക്കുക. കോമാളി നമുക്ക് നെഗറ്റീവ് കമന്റ് ഒരാൾക്ക് വരാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. മാത്രല്ല
ഇപ്പൊ നമ്മ കോമാളിത്തരം എന്ന് പറയുന്നു. കോമാളിത്തരത്തില് ഇപ്പൊ നമ്മ ഇനി അടുത്ത ഏത് സിനിമക്കാർ വരുന്നു അടുത്ത വരുന്നതിന് ഓടും കുതിര ചാടും കുതിര അടുത്തത് വരുന്നതിന് ലോകാക്കി വരാം ഇല്ലേ? ലോകാക്കി വരാം. ഇവിടെ ബന്ധുവിൽ വരുന്നുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം വരാൻ നോക്കാം. അങ്ങനെയൊക്കെ ഓടും കുതിര. ആരുടെ ഫാനാണ്? ലാലേട്ടനാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം? ലാലേട്ടനും മമ്മൂക്ക രണ്ടുപേരും ഫാനാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ലാലേട്ടനും മമ്മൂട്ടിയായാലും രണ്ടുപേരും പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തെലുങ്കാന പ്രവാസ. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ഈ ബാഹുബലിക്ക് ശേഷമാണ് പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾ എനിക്ക് ഞാനിപ്പോ ഹൈദരാബാദിലൊക്കെ പോയി പുള്ളിയുടെ ഇപ്പൊ സെൽഫി എടുക്കാൻ നോക്കാൻ ബാഹുബലിക്ക് ശേഷം പ്രഭാസ് കണ്ട സിനിമകൾ ഏതൊക്കെയാണ്? ബാഹുബലിക്ക് ശേഷം പ്രഭാസ് എല്ലാം തിയേറ്ററിൽ പോയി കണ്ട്. നേറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് എല്ലാം തിയേറ്ററിൽ പോയി കണ്ട്. ഏതാണ് കണ്ടത്? ഏറ്റവും ഇഷ്ടം ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? സാഹോദര്യം എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ സലാർ ഇഷ്ടമായി. പിന്നെ ആദ്യപുരുഷം എനിക്ക് എത്ര ഇതായില്ല, എന്നാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. പിന്നെ മറ്റേ പടവും എനിക്കത് എത്ര ഇതായില്ല. പിന്നെ കൽക്കി എനിക്ക് വളരെ ഇഷ്ടമായി. കൽക്കി നല്ലത്. നിങ്ങൾ ഹൈദരാബാദ് പോയിട്ട് അങ്ങനെ ഒരു മനസ്സിൽ ഉണ്ട്. ഇനിയിപ്പോ പ്രവാസിനെ കാണാമെന്ന് ആഗ്രഹമുണ്ട്. നേരിട്ട് പോയി അങ്ങനെ ഇരിക്കുക. ഞാൻ ചിലപ്പം ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാല് ഉണ്ണിക്കണ്ണൻ നമ്മ ഇത് സ്മാർട്ട് പിക്സ് മീഡിയയിൽ ഒരു ഇന്റർവ്യൂ എടുത്തു. അതിനുശേഷം ഉണ്ണിക്കണ്ണൻ വൈറലായ ശേഷം ഞാൻ വിളിച്ചു ഉണ്ണിക്കണ്ണനെ. അപ്പൊ എന്നോട് നല്ല രീതിയിലല്ല അത് നമ്മള് ഒന്നിച്ച് കണ്ട ഒരു വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ. അപ്പൊ അങ്ക് പറ്റില്ല എന്നിട്ട് അപ്പൊ എന്നെ കട്ട് ചെയ്ത്. അപ്പൊ തോന്നി നമുക്ക് ഇത് ഈഗോള് വ്യക്തിന്ന്. അങ്ങനെ എനിക്ക് തോന്നി. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങളുടെ സ്വപ്നം എന്താണ്? സിനിമയെ കയറണമെന്നുണ്ട്, ബിഗ് ബോസിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. പല പല സ്വപ്നങ്ങൾ, പല പല റിയാലിറ്റി ഷോയിലൊക്കെ കയറണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ വഞ്ചാട്ടിയൊക്കെ റിവ്യൂ വരുന്ന എല്ലാവരും കുറിച്ച് മോശം, നിങ്ങളെ മോശം വേറെ ആവശ്യമില്ലാതെ കുറങ്ങുന്നൊക്കെ രീതിയിൽ എന്നെ ആക്കി ആവശ്യമില്ലാതെ പറഞ്ഞു. അയാൾ ഏത് കൊലത്തിരിക്കുന്ന അയാൾക്ക് ഉള്ള പടം പൊട്ടിച്ച് ഒരു പടം പിന്നെ ഒരു പടം ഒരു ഫേസ്ബുക്കില് നമ്മളെ കല്യാണത്തിന് വേണ്ടിട്ട് ഭയങ്കര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് പരിചയമില്ല. പക്ഷെ നല്ലോണം രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് കോമാളിത്തരം ഇങ്ങനെ. നിങ്ങളുടെ റോൾ മോഡലാണോ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളുള്ളത്? ശരിയായി കയറാണെങ്കിലും ഒരു റോൾ മോഡലായിട്ട് അനുഭവം ഒരാളെ പോലെ ആവണം എന്നുള്ള ആഗ്രഹം ഇല്ല. അങ്ങനെ ഇല്ല. നമ്മളെ കഴിവ് കിംബോയിട്ടുള്ള സ്റ്റൈല് ആ ഒരു സ്റ്റൈലല്ലേ ഞാൻ കാണുന്നത്. കോമഡി ഞാൻ എന്റെ ഷോർട്ട് ഫിലിം നോക്കി. ഞാൻ സൈക്കോ ആയിട്ടാണ് കാണിച്ചത്. ഭയങ്കര സൈക്കോ, വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് 2 പടങ്ങൾ ഇപ്പൊ 2 ഷോർട്ട് ഫിലിം ഇപ്പൊ ചെയ്ത്. മനുഷ്യവേട്ട, ത്രികോണം സമൂഹത്തിലെ ആൾക്കാരെ കളിയാക്കുമ്പോൾ ഇല്ല. നമ്മളെ എന്നായിട്ട് കളിയാക്കുന്ന അങ്ങനെ അധികം പേരില്ല, കുറവാണ്. അങ്ങനെ കളിയാക്കുന്നൊന്നുമില്ല. നമ്മളെ ഏകദേശം ആൾക്കാർക്ക് എന്നെ മനസ്സിലായി, എന്നെ അറിയാം, തിരിച്ചറിയുന്നു സംഭവം ഇവനെ എങ്ങനെയെന്ന് അറിയാം. അപ്പൊ എന്നെ കൂടുതൽ എനിക്ക് അങ്ങനെ ഫീലായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഫീലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പനെ ഞാൻ റിയാക്ട് ചെയ്യലുണ്ട്. എന്റെ ഈ 2 ഷോർട്ട് ഫിലിം മനുഷ്യവേട്ട, ത്രികോണം, ഇത് രണ്ടും നിങ്ങൾ യൂട്യൂബിലൊന്ന് നോക്ക്. കാണുമ്പോൾ അറിയാം ഈ ആള് തന്നെയാണോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മറ്റുള്ള ചിലര് കോമാളി അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ആള് തന്നെയാണെന്ന് തോന്നും. കിംബോയ് തന്നെയാണോ ഇത് ചെയ്തതെന്ന് ഉള്ളത് തോന്നും. അത്രയ്ക്ക് ഞെട്ടിപ്പിച്ച് കളഞ്ഞ ആൾക്കാർ പറഞ്ഞത്. അത് ഭയങ്കര ഇഷ്ടമായി, ആൾക്ക് എല്ലാം ഇഷ്ടമായി. എല്ലാവരും വിളിച്ച് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റുകളൊക്കെ ആയിരുന്നു വന്നത് ഈ 2-നും. എന്റെ കയർ ഷോർട്ട് ഫിലിം, പിന്നെ കുഞ്ഞു പെങ്ങളെ കല്യാണം, കയർ ഷോർട്ട് ഫിലിം, അതില് കണ്ടാലും അറിയാം നമ്മളെങ്ങനെയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? നിങ്ങൾക്ക് സ്വയമുള്ള, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ സ്വയമുള്ള കഴിവ് എന്താണ്? കഴിവ് പറഞ്ഞാല് നമുക്ക് ഇത് സ്വയം ആൾക്കാർക്ക് ഇൻസൾട്ട് ചെയ്യാത്ത, വിഷമിപ്പിക്കാത്ത ഒന്ന് കൊടുക്കുക. പിന്നെ ഈ പൊതുസമൂഹത്തിന് നല്ല രീതിയിലുള്ളത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും സുഖമില്ലാത്താലും നമ്മളോട് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞാല് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നല്ലോ. ഒരു 10,000 ആക്കുമെങ്കിൽ എന്തെങ്കിലും അവർ കിട്ടിയല്ലോ, അങ്ങനെ തിങ്ക് ചെയ്യുന്നത്. എത്ര നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ
ഞാൻ തിങ്ക് ചെയ്യലുണ്ട്. ഞാൻ ഇപ്പൊ കോമാളി തരം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഒരു 5 ലക്ഷം 10 ലക്ഷം ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ചെയ്താൽ സുഖമില്ല, ഫേക്ക് അല്ലാത്ത കറക്റ്റ് റിയൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ചെയ്തിട്ട് കുറേ ഉണ്ട്. അത് ചെയ്തൊന്നും ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടോ? ഓൺലൈൻ മീഡിയക്കാരുടെ മീഡിയക്കാര് ചെയ്താൽ എന്തെങ്കിലും ഹെൽപ്പ് 2-3 മീഡിയക്കാര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുമ്പോ മീഡിയ അപ്രോച്ച് ചെയ്തപ്പോ അവർ പേയ്മെന്റ് ചോദിച്ചു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് നമുക്ക് ആരാട്ടനെ പറഞ്ഞു, പിന്നെ നമുക്ക് അറിഞ്ഞത് പേയ്മെന്റ് മേടിച്ചു. നമ്മളോട് ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. കഴിവിന്റെ കാര്യം കിംബോ പറഞ്ഞില്ല. കിംബോ ഇപ്പൊ ഒരു ആണും പെണ്ണായിട്ട് ഇങ്ങനെ വേർതിരിച്ച് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അതെന്താണ് കിംബോയുടെ ഒരു കഴിവ്? എന്താണ് വേറെ? അതെനിക്ക് അങ്ങനെ തോന്നി. ആണ് ഒരു ട്രിപ്പിൾ റോഡ് അങ്ങനെയൊക്കെ എടുത്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഫസ്റ്റിലെ തുടങ്ങിയപ്പോഴേ അങ്ങനെയായിരുന്നു. ഞാൻ ഒരു പാട്ടായിട്ട് ഒരു സീരീസ് ഒക്കെ ചെയ്ത് 130 എപ്പിസോഡ് പോലെ ആക്കി ഈ ഇൻസ്റ്റാഗ്രാം റീല്. അത് ഒരു ലോറൻസ് ക്ലീൻ എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ആക്കി. അതിൽ കുറെ പെൺ ക്യാരക്ടേഴ്സ് ഞാൻ തന്നെ കൊണ്ടുവന്നു. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് സ്വയം തന്നെയാണോ? സ്വയം നമ്മുടെ നാട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, വീട്ടിനടുത്ത് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെ തന്നെ നമ്മള് അവരുടെ ഫുൾ സപ്പോർട്ട് ചെയ്യാണ്. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ 57 ഉണ്ട്. 1 മില്യൺ 8 മില്യൺ അങ്ങനെ 6 മില്യൺ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. 60 ലക്ഷം വരെ പോയിട്ടുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്ക് അശോക് യോഗി കൊല്ലത്ത് ഇനാഗ്രേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ല, പോയിട്ടില്ല. ആനൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വരുമാനം എത്ര ഉണ്ടാവും ഒരു മാസം ഏകദേശം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാത്രമല്ല, വേറെ ഉണ്ടല്ലോ. ഈ കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ വരുമാനമൊക്കെ? അതിനു മുമ്പ് ഇപ്പൊ കല്യാണത്തിന് പരിപാടിക്ക് മുമ്പ് നമുക്ക് ഷോപ്പൊക്കെ ഉണ്ട് റെന്റിനോട്. പിന്നെ നമുക്ക് റബ്ബർ ഒക്കെ ഉണ്ട്. ഇപ്പൊ 200 മൂട് റബ്ബർ, 200 റബ്ബർ ട്രീസ്. അത് ഞാൻ തന്നെ കട്ട് ചെയ്യും, കട്ടൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കറക്കിയൊക്കെ അടിച്ച് നമുക്കറിയാം. അതിന്റെ തന്നെ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ റബ്ബർ കോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എല്ലാം നോക്കുമ്പോ അറിയാം. പിന്നെ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന പൈസ കുറെ ഒക്കെ സേവ് ചെയ്യാൻ പറ്റി. പിന്നെ ഫാദറിന് വയ്യായിരുന്നു, അങ്ങനെ കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫില് കാറ്ററിംഗ് കമ്പനി ആയിരുന്നു. ഞാൻ ഈ +2 ഹോട്ടൽ മാനേജ് ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹോട്ടലിൽ ഗോവയിലൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഗൾഫിൽ പോയതാ. 2011 ഗൾഫിൽ പോയി, 21 വരെ വന്നു. അങ്ങനെ വീട്ടില് കുഴപ്പമില്ല. വീട്ടില് അമ്മച്ചിയൊക്കെ കുഴപ്പമില്ല. അമ്മച്ചിക്ക് വയ്യ, ഇത്തിരി കാലൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല. നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ, നാട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മളത്. ബാങ്കിൽ വർക്ക് ചെയ്തോണ്ട് ജോലി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണം, പിന്നെ അഥവാ മുമ്പ് ഞാൻ വെൽഡിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷം പിന്നെ ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോ നാളെ കോട്ടയം പരിപാടി. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇല്ല, നമ്മള് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. നമ്മള് ചെയ്യുന്നത് ഇനിയിപ്പോ കുറച്ച് ജില്ല മാത്രം ബാക്കിയുണ്ട്. ഇനി തിരുവനന്തപുരം, ഇങ്ങോട്ട് പാലക്കാട് ഞാൻ പോയിട്ടില്ല. പാലക്കാട് ഇവൻ പോയി, മണ്ണാർക്കാട് പോയി. പിന്നെ ഇങ്ങോട്ട് ഒന്നുമില്ല. അലിൻ ജോസ് അലിൻ ജോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ നമ്മള് ഇത് ജോലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കുറെ ആളുകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് അസൂയാണ് നിങ്ങൾ വരുന്നത്, അവര് പുള്ളി ഇഷ്ടപ്പെടുന്നില്ല. അവര് ഈ നമ്മളിപ്പോ കേറിയിട്ട് വരുമ്പോ ഇത് ഇപ്പൊ ആറെട്ടെണ്ണെങ്കിൽ ഇത്രയെങ്കിലും കൊറേ കുറ്റങ്ങൾ പറയും. പിന്നെ ഒന്നിച്ചു വരും, തിരമാല പോലെ അങ്ങോട്ടും ചെയ്യും ഇങ്ങോട്ടും ചെയ്യും. അങ്ങനെയൊന്നും നമ്മളില്ല. നമ്മള്
ഉള്ളത് സ്ട്രേറ്റ്. ഇപ്പൊ ആറട്ടെണ്ണം കുറെ നമ്മളെ ഇത്ര മീഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് തന്നെ ഒന്നും ആറട്ടെണ്ണം ഇതായിട്ട് താഴ്ത്തിച്ചൊന്നും കിംബോയിനെങ്കിലും ആറട്ടെണ്ണം നമ്മളെ മനോജിനെങ്കിലും ആറട്ടെണ്ണം പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ ആറട്ടെണ്ണം എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അത് നമ്പർ അങ്ങ് സ്പോട്ടിൽ തരും. അങ്ങനെ വെച്ചില്ല പിന്നേക്കില്ല സ്പോട്ട് അന്ന് ഇപ്പം എടുത്തു പറഞ്ഞ ആറട്ടെണ്ണെ എന്റെ രീതി എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനെ ഉണ്ടാക്കിയിട്ടൊന്നും ഞാൻ പറയാനില്ല. അപ്പൊ പെരനെ ചോദിച്ചാൽ ഇല്ല അന്നേരം ഇല്ല എനിക്കറിയില്ല. ആറട്ടെണ്ണ എന്ന നമ്പർ ചോദിച്ചപ്പോ ഇല്ല എനിക്കറിയില്ല. ആറട്ടെണ്ണനെ ഒന്നിച്ചെന്നെ ഉണ്ട സമയത്ത് തന്നെ അവന് പറയുന്നത് എനിക്ക് നമ്പർ അറിയില്ലാന്ന്. ഇപ്പൊ വിഷ്ണു കണ്ട ശേഷം വിഷ്ണു പറഞ്ഞ് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. കാസർഗോഡ് ഇവിടെ വന്നിട്ട് നമ്മ ചോദിക്കേണ്ട ഇതില്ല. അവനെ ഇങ്ങോട്ട് നമ്മളെ വിളിക്കേണ്ടതാണ്. ഈ നാട്ടിൽ വന്നിട്ട് അവൻ ഇങ്ങോട്ട് എന്റെ വീട്ടില് ഞാനും അച്ഛൻ മാത്രം. അച്ഛന് ഇപ്പൊ കിംബോയുടെ വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ പൈസ കൊടുത്തിട്ട് തിരിച്ചയച്ച സംഭവം ഉണ്ടായില്ലേ? നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് നിങ്ങൾ പരിപാടിക്ക് പോവാതെ കിംബോയെ തന്നെ തിരിച്ച് ആ പേയ്മെന്റ് ഇട്ട് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാനത് പൈസ തിരിച്ചിട്ട് കൊടുത്തത്. അവരാണെങ്കിൽ ഒന്നും വിളിക്കുകയായിട്ടോ ഒന്നും മെസ്സേജ് ആയിട്ടോ ഒന്നും ചെയ്തില്ല. സമയപ്പോൾ അവര് അടുത്ത ദിവസം എനിക്കിങ്ങനെ കിടപ്പുണ്ട് അവർ പൈസ അയച്ചത്. പക്ഷെ ഏത് ഡേറ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഒരുപാട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി. എന്തായാലും മിസ്റ്റേക്ക് ഉണ്ട്. ആ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കണമായിരുന്നു. അതും ചെയ്തില്ലായിരുന്നു. അങ്ങനെ സമയപ്പം അവര് രാവിലെ വിളിക്കുന്നത് ഉച്ചയാവാറായപ്പം ഒരു 11 മണി ആയപ്പം വിളിച്ചു കിംബോയി എവിടെയാണെന്ന്. ഞാൻ അവിടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ മലപ്പുറത്ത് എത്തും, തിരുവനന്തപുരത്ത് എത്തും. വഴിയിൽ ഞാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ വിഷ് ചെയ്യാം അല്ലെങ്കിൽ പൈസ അയച്ചുതരാന്ന് പറഞ്ഞു. പക്ഷെ പൈസ അയച്ചു കൊടുക്കാൻ ഇത്തിരി ലേറ്റായി. അവര് എടുത്തങ്ങ് വീഡിയോ അങ്ങ് ഇടുകയും ചെയ്തു. ഞാൻ മലപ്പുറം വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് പേരൊക്കെ നല്ല പോസ്റ്റൊക്കെ ഇട്ടു. നമ്മുടെ ആഷിർ ലോലിപോപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൂടുതൽ അങ്ങനത്തെയായിരുന്നു. ഫേസ്ബുക്ക് വഴി ഇഷ്ടംപോലെ വരുന്നത് കുറെ കമന്റുകളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പെൺകുട്ടികളെ വിളിക്കാറുണ്ടോ? പെൺകുട്ടികളെ തന്നെയാല് അതിന് നമ്മളില്ല. വിളിച്ചവരും ഉണ്ട്. പക്ഷെ നമുക്കത് ഫേക്ക് എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ അധികം വീഡിയോയില് ആദ്യം കല്യാണം കഴിക്കാൻ പോണത് കഴിക്കാൻ പോണത് മനോജ് എന്ന് പറഞ്ഞു. ഇത് മനോജ് എന്ന് പറയുന്നത് ഇപ്പൊ പെരേരനെ പോലെ കോമാളിയല്ല മനോജ്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ സംസാരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ് സൈലന്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യക്തിനെ ഇത്രയും കുറെ വലിയ വലിയ ആൾക്കാരങ്ങി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാകുമ്പോ ഒരു വ്യക്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ട് പെരേര എങ്ങനത്തെ കോമാളി, മനോജ് എങ്ങനത്തത്, കിംബോയ് എങ്ങനത്തത് അന്ന് സാറിന് അറിയായിരിക്കും. അപ്പോ നമുക്കിപ്പോ അങ്ങനത്തെ അന്വേഷിക്കാൻ പെണ്ണിട്ട് ഞങ്ങൾ പോയില്ല. അന്വേഷിച്ചാൽ എന്തായാലും പെരേരനായിട്ട് മുമ്പ് തന്നെ നമുക്ക് കഴിക്കുന്ന 100% ഗ്യാരണ്ടിയാണ്. കഴിക്കണം. ഒരു ഇതില്ല. കോമാളി എന്ന് പറയുന്നത് എന്തും പറഞ്ഞാലും നമ്മള് ദുഃഖം ഉണ്ടാകുമ്പോ നമ്മള് കരയുമ്പോ ഈ കോമാളി പറഞ്ഞവര് ഒന്നിനും ഇതില്ല. അച്ഛനമ്മമാരെ സ്നേഹത്തിന്റെ എത്ര പറഞ്ഞാലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹം ഉണ്ടെങ്കിലും പക്ഷെ അത് വരില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്റെ അമ്മ മരിക്കുന്ന സമയത്തും നമ്മളെ അമ്മ ഒന്നിച്ചുള്ള ഫുഡ് നമ്മളെ വീട്ടിലുള്ള അമ്മന്റെ അത്ര വരില്ലാന്ന്. പക്ഷെ ഈ കോമാളി പറയുന്നവരും നമ്മളെ ഈ മെസ്സേജ് കൊണ്ട് പറയുമെങ്കിലും ഈ നമ്മളെ പുറത്തു നിന്ന് കാണുമ്പോ ഒരു കയ്യാലും തന്നിട്ട് പോയി, പറഞ്ഞവരെന്നെ തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് പറയുന്നവരും പറയും. എന്തുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മ വലിയ ആഡംബരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല, സാധാരണ ആയിട്ട് പോകുമ്പോ അപ്പൊ ഓനെ കാണുമ്പോ ഒരു മനസ്സ് അത് ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ ഒരാൾക്കും ഒരു കമന്റ് കൊടുക്കാത്ത ഒരു വ്യക്തി. ഇന്ന് വരെ ഇത്ര കമന്റ് വന്നാലും ഒരാൾക്ക് കമന്റ് കൊടുക്കാത്ത. എന്റെ കമന്റ്
കൂടുതൽ വായിക്കലില്ല. എന്നെ കമന്റുകളൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കല്ലേ. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലും ചുമ്മാ വിളിക്കുന്നവർ വിളിക്കട്ടെ, അവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അവര് അവരുടെ രീതിയിലുള്ള കാണിക്കുന്നു. സെൽഫി എടുക്ക ഇഷ്ടം പോലെ ആളുകൾ വരാറുണ്ട്. അപ്പൊ ആരെയും ബ്ലോക്ക് ചെയ്യാൻ അങ്ങനെയുള്ളതൊന്നുമില്ല, റിപ്ലൈ കൊടുക്കാറുള്ള പിന്നെ നമ്മ ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരുത്തൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഇൻസൾട്ട് പോകാൻ ഇങ്ങനെ പറയുന്നവരോട് അവരോട് പോകാൻ പറയാറുണ്ട്, അവരോട് നിന്നെ കളിയാക്കുന്ന പോകാൻ പറയാറ്. അപ്പൊ എന്നിട്ട് നീ അതിന്റെ ഒന്നിച്ച് പോയിക്കോന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ അതിന്റെ പിന്നാലെ പോയിക്കോന്ന്. എന്നെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു, എന്ത് നീയും പോയിക്കോ അതിന്റെ ഒന്നിച്ചെന്ന്. ഞാൻ ആദ്യം ആ വാക്കില് കളിയാക്കുന്നവരോട് പോവാൻ പറയാന്ന് അവൻ പറയുമ്പോ ഞാൻ വിചാരിച്ച എന്റെ സപ്പോർട്ടിന്ന്. പിന്നെ പറഞ്ഞ് നീയും പോക്കോന്ന്. അപ്പൊ ഞാൻ അന്നേരം തന്നെ റിപ്പീറ്റ് പറഞ്ഞു, നീയും എന്റെ പിന്നാലെ പൊക്കോന്ന്. പിന്നെ സംസാരിക്കാൻ വന്നില്ല. ആരെങ്കിലും എതിരായിട്ട് സംസാരിക്കും ഇങ്ങനെ ഇത് നമ്മളോട് വരുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഇനിയുള്ള മറുപടി ഏത് പണം ഓഫർ ചെയ്തിട്ടുണ്ടോ? ഇത് ഇതിലില്ല. സിനിമ കാണാന് ഇത് സിനിമ കൊണ്ടുവരാൻ വേണ്ടി ഇല്ല, ആരും അങ്ങനെയൊന്നും. നമ്മളെ സ്വയം ഇത് താല്പര്യം കൊണ്ട് വരുന്നതാണ്. പിന്നെ ആരും സ്വന്തം താല്പര്യം കൊണ്ട്. പിന്നെ കുറെ ആള് സപ്പോർട്ട് ചെയ്യലുണ്ട്, നീ പോയിട്ട് ഉയരണം അങ്ങനെ. അപ്പൊ അവരെ ആ ഒരു മനസ്സുകൊണ്ട് നല്ല സപ്പോർട്ട് കിട്ടി. പോയി ഞാൻ പറഞ്ഞു ഇനിയും അവിടെ തന്നെ പോയി ചെയ്യാനും പറഞ്ഞു. നമ്മുടെ അവിടെ വനിതയെ കൂടാതെ ഇവിടെ തിരുവനന്തപുരം ഏരീസ് പ്ലസിൽ വരും, നല്ല മീഡിയ കരിപ്പ് അതുപോലെ വനിതയെ പോലെ. അല്ല, നമ്മളെ രണ്ടുപേരും ഒന്നിച്ച് പോയിക്കുന്നത്, നമ്മളെ ഒന്നിച്ച് പോകുന്നത്. ഇഷ്ടം പോലെ ഒറ്റയ്ക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഇപ്പം ഞാനൊരു കല്യാണം ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയി. ഒറ്റയ്ക്ക് പോയി മണ്ണാർക്കാട്, പാലക്കാട്. പിന്നെ അവിടെ നമ്മുടെ കുറച്ച് കുറവാണ്. ഏജ് എത്ര പ്രായം എത്രയാണ്? 38 പ്രായം. 38 പ്രായത്തിന്റെ അല്ല പ്രശ്നം, മനസ്സ് ശുദ്ധി ഇല്ലെങ്കിൽ എത്ര പ്രായം ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സ് ശുദ്ധി ഇല്ലെങ്കിൽ പ്രായമായിട്ട് എന്ത് കാര്യമുണ്ട്? മനസ്സ് സൂപ്പർ ഉണ്ടെങ്കിൽ പ്രായം. വിദ്യാഭ്യാസം കുറെ ഉണ്ട്. നമ്മളൊരാളെ എപ്പോഴും വേദനിപ്പിക്കുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, കരയിപ്പിക്കുന്നു, ദ്രോഹിക്കുന്നു. പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഈ ഉള്ളവരെ ഇഷ്ടപ്പെടുന്നല്ല, ഉള്ളറിഞ്ഞിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ എന്റെ താല്പര്യം. ഇനിയിപ്പോ റിവ്യൂ അടുത്ത സിനിമകള് ചെയ്യാൻ പോകണമെന്ന് പറയണ്ടേ? അപ്പൊ ഇത് എന്ത് വെറൈറ്റി ആണ്, അപ്പൊ എന്ത് പുതുമയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുക തിയേറ്ററിൽ? പുതിയ പുതിയ വെറൈറ്റികളെ കൊണ്ടുവരണം. വനിത തന്നെ വരണമെന്നാണ് ഇനി അടുത്തത് ആഗ്രഹം. അല്ലെങ്കിൽ ഏരീസ് പ്ലസിൽ പോകും. ഏരീസ് പ്ലസിൽ നമുക്ക് നല്ല തിയേറ്റർ മാനേജറിന്റെ ഒക്കെ അവിടെ ഫുള്ള് സപ്പോർട്ടാണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും അടിച്ചു പൊളിച്ച് ഉഷാറാക്കാം. അവിടെ ഏരീസ് പ്ലസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അടിപൊളിയായിട്ട് ഉഷാറാക്കിയ ഡാൻസ് ചെയ്യുക. ഒത്തിരി ഉച്ചത്തിൽ നമ്മൾ സംസാരിച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവിടെ. പക്ഷേ വനിതാ തിയേറ്റർ ഇത്തിരി കുറച്ച് പറയാം. പ്രോഗ്രാമാണ് മൊത്തം, അവിടെ വലിയ സപ്പോർട്ട് ആകുന്നില്ല. പിന്നെ ഇപ്പൊ വനിതൊക്കെ വന്നാൽ തന്നെ നമ്മ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെ റിവ്യൂ കൊടുക്കുന്നത് സാധാരണ രീതിയിൽ റിവ്യൂ കൊടുത്തിട്ട് വേറെ തിയേറ്ററിൽ പോയിട്ടാ നിങ്ങൾ തന്നെ അത് ഫേമസ് ആക്കി പോയി. ഞാൻ വേറെ തിയേറ്ററിൽ ഞാൻ റിവ്യൂക്ക് പോയി. എന്ത് വേണമെങ്കിൽ അവരെ ഓണർ തന്നെ പറഞ്ഞു, എന്ത് വേണം മറിഞ്ഞ് തെരഞ്ഞ് എന്ത് വേണമെങ്കിൽ എടുത്തോ, ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മളവിടെ നല്ല സപ്പോർട്ടാണ്. തിയേറ്ററിൽ തന്നെ ഒന്നും പറയും. പുഷ്പക്ക് ഞാനില്ല, മറ്റേ നമ്മള് റീലൊക്കെ ഉണ്ട്. പുഷ്പക്ക് അതൊക്കെ പിടിച്ച് കൈ ഉണ്ടാവുന്നത് അവിടെ ആയിട്ട് കറങ്ങി നല്ലതായിരുന്നു. പിന്നെ വനിതാ തിയേറ്ററിൽ പിന്നെ വന്നില്ല, പിന്നെ വരാൻ സമയം ഇല്ല, പിന്നെ വന്നതുമില്ല. നീ നമുക്ക് ലോകയ്ക്ക് നോക്കാം. ലോകയ്ക്ക് ഹൃദയപൂർവ്വം നോക്കണം. പിന്നെ ഒറ്റക്കൊമ്പന ഏതാണ്? സെലിബ്രിറ്റീസ് കണ്ടവരെല്ലാം ഈ സെലിബ്രിറ്റിയിൽ കണ്ട ഇവനെ വെച്ചിട്ട് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പെരുമാറിയതാണ്. ടിനു ടോം സാറ്, പിന്നെ മറ്റേ ബാക്കിയെല്ലാം സ്റ്റാർ മാജിക്കിലുള്ള അവരെല്ലാം നല്ല രീതിയിൽ പെരനെ വിട്ടാല് ബാക്കി എല്ലാവരും സൂപ്പറാണ്. അവനെ ആയിട്ടാണ് നമുക്ക് ഇത്രയും ഇത്. അവൻ പറയുന്നത് തന്നെയല്ലേ നമുക്ക് അഭിനയിക്കാറുള്ളത്. നമുക്ക് എന്റെ ആ ഷോർട്ട് ഫിലിം ഒക്കെ അവൻ കണ്ടില്ല, അവൻ കണ്ടു നോക്കട്ടെ, എന്നിട്ട് അവനിക്കില്ല അറിയാമെന്ന്
അഭിനയിക്കാറുണ്ട്, വെറും കോമാളത്തിനാണ് കാണിക്കുന്നത്. ബിഗ് ബോസ് കാണാറുണ്ട്. ബിഗ് ബോസ് ഏതാണ് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇപ്പോഴത്തേല് വെച്ച് നോക്കിയ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും കാണുന്നുണ്ട്. രേണുസുതി, അനീഷ്? അനീഷ് കുഴപ്പമില്ല, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ഒരു 10-15 പ്രാവശ്യം പറയുമെങ്കിലും ഫുള്ളി നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് അനീഷ്. കുഴപ്പമൊന്നുമില്ല, നല്ല കണ്ടന്റ് തന്നെയാണ് നടിക്കുന്നത്. പിന്നെ നൂറ എനിക്ക് നല്ലതാണ്. നൂറ പോകുന്നുണ്ടോ ഈ ബിഗ് ബോസിൽ? വിളിച്ചാൽ പോകണമെന്ന് താല്പര്യമുണ്ട്, വിളിച്ചാൽ മതി. നിങ്ങളെ ഫിനാൻഷ്യലി ആരും പഠിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടെ ഇങ്ങനെ വന്നിട്ടോ? ഇല്ല പറ്റിക്കുന്ന നമ്മളെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡീസെന്റ് ആയിട്ട് എല്ലാരും ഫിനാൻഷ്യലി വെച്ച് അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നല്ല നീറ്റായിട്ട് അവര് അത്ര നല്ല സ്നേഹമാണ്. അതന്നെ നമുക്ക് ഭക്ഷണം തന്നെ കഴിക്കാൻ പറ്റുന്നില്ല ഈ സ്നേഹം കൊണ്ട്. പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരു ആദ്യം വൈറലായത് എന്റെ പാട്ടിലൂടെയാണ്. അപ്പൊ ഞാൻ ആ പാട്ട് പാടാം. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. മൊബൈൽ നോക്കിനാ, മൊബൈൽ കണ്ടിനാ, മൊബൈൽ തിന്നിനാ. വാട്സപ്പ് നോക്കിനാ, വാട്സപ്പ് കണ്ടിനാ. ഫേസ്ബുക്ക് നോക്കിനാ, ബസ്സിലെ പോയിനാ, കാറില് വന്നിനാ ആനാ. ഫേസ്ബുക്ക് നോക്കിനാ, ബസ്സിലെ പോയിനാ, കാറില് വന്നിനാ ആനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. ഓക്കെ, ഓഹോ അടിപൊളി. കിംബോയി പണ്ടേയുള്ള ഇപ്പോഴും പാടുന്ന ഒരു പാട്ട് തന്നെ പാടാം. അത് ആ പാട്ട് ഞാൻ ചുമ്മാ പാടിയല്ലേ ഇതൊക്കെ ആയത്. കിംബോയി എന്നൊക്കെ ആക്കിയതേ. പറന്നടിക്കും കിംബോയി, കെട്ടിയടിക്കും കിംബോയി, മലർത്തിയടിക്കും കിംബോയി, ചുറ്റിയടിക്കും കിംബോയി, പൊങ്ങി പറക്കും കിംബോയി, ഉയർന്നടിക്കും കിംബോയി, നിന്നടിക്കും കിംബോയി, ഇരുന്നടിക്കും കിംബോയി, ചേർത്തടിക്കും കിംബോയി, വളർത്തിയടിക്കും കിംബോയി, ചുറ്റിയടിക്കും കിംബോയി, ഇടിച്ചു കുത്തും കിംബോയി, കുനിച്ചടിക്കും കിംബോയി, ചേർത്തടിക്കും കിംബോയി, കിംബോയി. ഈ കിംബോയിൽ കിംബോയിൽ പേര് വന്നതിനാ? കിംബോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിയുണ്ട് നമ്മുടെ എന്റെ പാർട്ടിയിലുണ്ടല്ലേ, ഒരു ആണി, ഒരു ക്യാരക്ടറാണ് ആണി. ആ ആണിയെ കുത്തിയ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സൂചിയാണ്. അത് നമ്മുടെ സാധാ ആണി തന്നെ നിൽക്കുന്നത്. അനിയെ കിംബോയി എന്നാ പേരിട്ടത്. പിന്നെ എന്റെ ഒഫീഷ്യൽ നെയിം ആ ആണിയിലൂടെ ഞാൻ കിംബോയി ആക്കിയായിരുന്നു. നിങ്ങൾ ആക്കിയതാ? ടൈഗർ പേര് ഇടുന്ന കുറെ പേര് സെലക്ടഡ് ആണ്. ഇവിടെ വന്നതിന് ആട് ജീവിതത്തിൽ ടൈഗർ വന്നു. അപ്പൊ ഞാൻ ഒരു നല്ലൊരു പുലി, ടൈഗർ നല്ലൊരു എനർജിക്കുള്ള ഒരു സംഭവമല്ലേ ടൈഗർ. അപ്പൊ ആ പേര് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത മീഡിയ ഏതാണ്? മാക്സിക് സപ്പോർട്ട് തന്ന മീഡിയ? സപ്പോർട്ട് ഇപ്പൊ പറഞ്ഞ മീഡിയ, പിന്നെ സ്മാർട്ട് പിക്സ് മീഡിയ തന്നിട്ടുണ്ട്, എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ നാട്ടിലെ മീഡിയകളും വിജയ മീഡിയ, പിന്നെ ഗ്രീൻ മീഡിയ, വിഷൻ, ഇത് വില്ലേജ് മീഡിയ ഉണ്ടല്ലോ നാട്ടില്, വിസ്മയ ന്യൂസ്, അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. വിസ്മയ ന്യൂസ് ഈ തിരുവനന്തപുരം ആറ്റിങ്ങല് വിസ്മയ ന്യൂസ്. രണ്ടുപേരും വലിയ ബിഗ് ബോസ് കയറട്ടെ, സിനിമയിൽ കയറി. പിന്നെ ക്യാപ്കോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. ഓരോ ഡ്രസ് എല്ലാം തന്നിട്ട് ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നു. ഏതെങ്കിലും കല്യാണത്തിന് പോവാണെങ്കിൽ ഡ്രസ്സെങ്കില് ഇവര് ക്യാപ്കോ ഷോപ്പ് ഹെൽപ്പും ചെയ്യും. അവര് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നു. നല്ല വെറൈറ്റി, വില കുറച്ചിട്ടല്ല, നല്ല കാസർഗോഡ് നല്ല ചെലിന് വില തന്നെ എടുത്തില്ല. ഇല്ല, കാസർഗോഡിന് നല്ല സൂപ്പർ ആലപ്പുഴ, എറണാകുളത്തും എറണാകുളത്തും കണ്ണൂരൊക്കെയുള്ള ഷോപ്പുകളൊക്കെ ഇപ്പം ഈ കൊറിയറായിട്ട് ഡ്രസ്സൊക്കെ ആയിരുന്നു. ഇനിയിപ്പം കൊറിയർ പറഞ്ഞാൽ തന്നെ കണ്ണൂരുള്ള ഒരു ഷോപ്പ് കാര്യം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഈ ആഴ്ച എത്തും, കൊറിയറായിട്ട് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൂ, ഇത് ഡ്രസ്സ് എല്ലാം, ബാഗി, ഫാൻ, അതെല്ലാം. നിങ്ങൾ തമ്മിൽ ഇല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആരോട് ഇവൻ നന്നായി നമുക്ക് സന്തോഷാണ്. എന്തെങ്കിലും ഇപ്പൊ നമ്മളെ തൊട്ടിട്ട് ഒരാൾ ഞങ്ങൾ 2 വർഷം ഇൻസ്റ്റാഗ്രാമിലൂടെ അങ്ങനെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അതിലാണ് ഈ തിയേറ്ററിന് മുമ്പേ കിംബോയിന് ഈ തിയേറ്ററിൽ വരുന്നതിന് മുമ്പേ കിംബോയിനെ ഞങ്ങൾക്ക് അറിയാം. പിന്നെ
കിംബോയിനെ ഞാൻ കൊടുന്നിട്ട് അവന് ഇവിടെ ചാടി തുള്ളെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ കിംബോയോട് പറഞ്ഞിട്ടില്ല. അവന്റെ എനർജി കൊണ്ട് അവന് ആ സമയത്ത് അവൻ ചെയ്യുന്നു, അത്രേ തന്നെ. ബിഗ് ബോസിൽ പേരെ പോവാൻ സംശയം തോന്നുന്നുണ്ട്. എന്താ പറഞ്ഞാല് അവനെ അറിയേ ഈ ഒരാള് സ്റ്റാൻഡേർഡും ഒരാള് എങ്ങനെയെന്ന് നോക്കുന്ന പിന്നെ ജനങ്ങൾക്കും അറിയാം അവൻ എങ്ങനെയാണ്. പക്ഷെ ആ കണക്കിന് തോന്നുന്നില്ല ബിഗ് ബോസില്. കാരണം എന്ത് പറഞ്ഞ് ഈഗോ അടിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ബിഗ് ബോസ്, അവന് വേണ്ടിട്ടല്ലല്ലോ. അവൻ വന്നാൽ ആർക്ക് വേണ്ടിട്ട്? ജനങ്ങൾ ഇഷ്ടപ്പെട്ടാര് ജനങ്ങളല്ലേ. അപ്പൊ ആര് തീർമാനിക്കണ്ടേ? സംസാരിക്കണം പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ സംസാരിക്കാൻ റീലൊക്കെ ചെയ്ത അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് അവര്, അല്ലാതെ പെരേരയായിട്ട് അവര് ഒരുമിച്ച് അവര് ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ച അങ്ങനെ അവന്റെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ഇപ്പൊ ആരാട്ടന്നെ റീച്ച് ആയത് അവനെ കൂടെ അവൻ പറയുന്നുണ്ട്. റീച്ച് ആയത് അവന്റെ കൂടെ വീഡിയോ എടുത്തിട്ട് അവന് പറയുന്നത് തിങ്ക് ചെയ്യുന്ന അങ്ങനെയാണ്, അങ്ങനെയല്ല തിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞു രേണുപതിക്ക് ബിഗ് ബോസിലെത്തി അവനെ കൂടെയെന്ന്, അപ്പൊ അതും തിങ്ക് ചെയ്യാലോ. റീച്ച് അങ്ങനെ കൊറേ പേർക്കുണ്ട്. അപ്പൊ റീച്ചിലല്ല അതിലുള്ളത്. കമന്റ്സിൽ നിങ്ങൾ വീട്ടുകാരെ വിളിക്കുന്നുണ്ടോ? വീട്ടുകാരെ എല്ലാരും തെറി വിളിക്കും. തെറിക്ക് നമുക്ക് പ്രാധാന്യം. അത് അവരെ പോലെ നമ്മളല്ല. അപ്പൊ തെറി വിളിക്കുന്നവർ എന്തും തെറി വിളിച്ചെങ്കിൽ നമുക്ക് സന്തോഷം. ഇനിയും തെറി വിളിച്ചോണ്ടിരുന്നോട്ട്. അല്ലെങ്കിൽ അവർ വന്ന് ചെക്ക് ചെയ്യട്ടെ എത്രയാണ്. അതുണ്ട്. നമ്മ കയറി വരുന്നത് അഞ്ചോസിന് ഇപ്പൊ നമ്മ കൊച്ചായിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ലെവലിൽ എത്തിച്ചാ പറ്റി. നമ്മ അത്ര ദൂരത്തുനിന്ന് ഇവിടെ സിനിമക്കെല്ലാം വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ആടെ നിന്നിട്ടെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വരണ്ടെന്നും തിയേറ്റർ ഓണറും നമ്മളെ ഓർക്ക് നമ്മളെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ അവനെ പോലെ അല്ലാന്ന്. അവർക്ക് കുറെ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. അപ്പൊ അവര് കാണുമ്പോ നമ്മളെങ്ങനെയെന്ന് അവർക്ക് അറിയാൻ പറ്റും, നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും പറ്റും. പിന്നെ നമ്മളോട് നിങ്ങൾ തിയേറ്ററിൽ വരണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പോയ ശേഷം നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് നമ്മ അങ്ങനെ ചെയ്യില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യൂല. അവിടെ ചെയ്യണ്ട. ഓക്കെ അപ്പുറത്തുനിന്ന് വന്നിട്ട് ഒരു വീഡിയോ എടുക്കണം, ഡാൻസ് എടുക്കാൻ കുഴപ്പമില്ല. തിയേറ്ററിൽ വേണ്ടെങ്കിൽ പ്രശ്നമില്ല. എല്ലാം ഒരേ പാറ്റേണിലാണ് വീഡിയോസ് എല്ലാം. കോസ്റ്റ്യൂം മാറുന്നുള്ളൂ, സ്റ്റെപ്പ് മാറുന്നില്ല. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൊണ്ടുവരാൻ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ പിന്നെ കാര്യം ഇങ്ങനെ കുത്തി ഇങ്ങനെ മേലോട്ട് നോക്കിയൊക്കെ അതൊക്കെ കാണുന്നില്ലേ? കാലൊക്കെ ഇങ്ങനെ പൊക്കി അങ്ങനെയുള്ള സ്വന്തമായി കഴിയുന്ന ആശയങ്ങളുണ്ട്. വണ്ടി അത് കാണുമ്പോൾ തന്നെ ചിരിക്കുന്ന മറ്റൊരാൾ ചിരിക്കുന്ന വലിയൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടിട്ട് അവിടെ ഒരു ആൾക്കാർ എന്തായാലും ചിരിക്കും. നമ്മളൊരു തമാശക്ക് ഒരു വെറൈറ്റി കാണിക്കുന്നേ ഉള്ളൂ. അല്ലാതെ സ്വയം അറിഞ്ഞ് ചെയ്യുന്നതാണോ അത് തന്നെ ഒരു സോയിൽ വരുന്നു? അല്ല, ഇങ്ങനെ ഒരു വെറൈറ്റി എടുക്കാന്ന് നമ്മൾ വിചാരിച്ചത്. ഇപ്പൊ നമ്മളൊരു ഇപ്പൊ സിനിമയിലെങ്കിലും നമ്മ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നു. ചില ആള് കോമാളി വേഷത്തിൽ കളിക്കുന്നവർ കോമാളി വേഷം കളിക്കുന്നത്. ഇപ്പൊ സിനിമയിൽ നമ്മ പോയാൽ ഈ വേഷം ചെയ്യണമെങ്കിൽ നമ്മ ചെയ്യും.
അപ്പൊ അവിടെ കോമഡിയാവോ? അല്ല ശരിക്കും പറഞ്ഞാൽ കിബോയുടെ അമ്മ ഒരു ദിവസം ഞാൻ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. സമയത്ത് ഒരു മാനേജറോട് ചോദിക്കുന്ന സമയത്ത് ആ പറയുന്നത് എന്റെ മോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എനിക്ക് എന്റെ കുടുംബം നോക്കിയിട്ടാണ് എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. കാരണം അവന് സന്തോഷം കിട്ടുന്നത് സന്തോഷം കിട്ടട്ടെ എന്നാണ് ഞാൻ കണ്ടത്. അതോടെയാണ് കിബോയെ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിബോയുടെ കാണിക്കുമ്പോൾ കിബോയ് നിങ്ങളെ അതായത് എല്ലാവരും പരിചരിക്കുമ്പോ ആദ്യമേ തന്നെ വീഡിയോ ചെയ്തിരുന്ന ആളാണ് കിബോയ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ കിബോയ്ക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ ഇതുപോലെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? തകർക്കാൻ ശ്രമിക്കുന്നവരെ അങ്ങനെ നോക്കട്ടെ. നമ്മളായിട്ടുള്ള രീതിയില് കോമളത്തരല്ലേ നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിലല്ലേ പോകണം. നിങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നു. നിങ്ങൾ ആളുകളെ എന്റർടൈൻ ചെയ്യും. അതുമാത്രമേ ഇപ്പൊ നമ്മള് ഞാൻ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എന്റെ രീതിയിൽ എന്റെ ക്ലാസ്സിൽ പോയാല് അവിടെ ഇപ്പൊ വേറെ രീതിയിൽ ഡാൻസിങ് എന്തെല്ലാം ഉണ്ടാവും. അപ്പൊ അത് കോമഡിയല്ലേ അല്ലേ? അത് ആരും കാണുന്നില്ല. നമ്മ പബ്ലിക് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് അല്ലെങ്കിൽ ഇപ്പൊ അഖിൽമാരാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഈ റിവ്യൂ ചെയ്യുന്ന എല്ലാവരും ഇപ്പൊ നമ്മള് ഒരുപാട് ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ കണ്ട് പഠിക്കരുത്, അല്ലെങ്കിൽ പുതുതലമുറക്കാരോട് നിങ്ങളെ കണ്ട് പഠിക്കരുത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അഖിൽമാരാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മളെ കൊണ്ട് നിങ്ങളെ കണ്ട് പഠിക്കരുത്. നമ്മ പഠിക്കുന്നത് അങ്ങനെ പേര് പറഞ്ഞിട്ടില്ല. അത് മെയിൻ ഉദ്ദേശിച്ചത് പെരേരയാണ്. പെരേരയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പുതുതലമുറയിലുള്ള കുട്ടികള് അനുകരിക്കരുതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ അഖിൽമാര പറഞ്ഞായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മള് അങ്ങനെ നമ്മൾ ലഹരിക്ക് അടിമയായിട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഡാൻസ് എല്ലാവരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡാൻസ്, കുറച്ച് ഇത് വ്യത്യാസങ്ങളായിട്ടുള്ള ഡാൻസ്. ഇപ്പൊ ഞങ്ങളെ ചെറുപ്രായത്തിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യപ്പെട്ടില്ല. നമ്മ ഈ പ്രായത്തിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ ചാൻസ് കിട്ടാറുണ്ടോ? ഫോറിൻ കൺട്രീസിൽ പോവാൻ ചാൻസ് കിട്ടാറുണ്ടോ? പരിപാടിയൊക്കെ പറയാന്ന് വെറൈറ്റി ആയിട്ട് ഡാൻസ് ആയാലും എന്തായാലും പാട്ടായാലും ഇറക്കുന്നതിന് അല്ലാതെ മറ്റുള്ളവരെ ഡാൻസ് പഠിച്ചിട്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാത്ത മനസ്സിൽ തോന്നുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിന് കോമളത്തിൽ പറയുന്ന പള്ളിമാരെ പോലുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ അലിജോസ്തേനെ കാണിക്കുന്നത് കോമള, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല നമുക്ക് കോമളത്തിൽ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് കഴിവുണ്ട്? ഇപ്പൊ പല പല കാലില്ലാത്തവര് ഓടുന്ന ചാടുന്നത്, പല കഴിവുകളും കാലില്ലാത്ത കൈയില്ലാത്തവര് ചിത്രം വരയ്ക്കുന്ന ഇതുണ്ട്. നമ്മൾ ചെറിയ അറിവില് നമുക്ക് ഇതൊന്നും പറഞ്ഞു തരാനും സാഹചര്യം കൊണ്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അത് ഒരാളെ ദ്രോഹിച്ചിട്ട് ഒരാളെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രിങ്ക്സോ അത് ഇത് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ ഇതെന്ന് പറയാൻ നമ്മ ഒരു ഈ അതില് നമ്മ കോമാളിന്ന് നമ്മ പറഞ്ഞതും പ്രശ്നമില്ല. ഇത് നമ്മ ഒരാളെ ഹാബിറ്റില് മയക്കുമരുന്ന് അങ്ങനത്തേലൊന്നും നമ്മ ചെയ്യുന്നില്ല. ഞങ്ങളുടെ കോഴിക്കോട് ഒരു കല്യാണത്തിന് പോയപ്പോ അടുത്ത ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്, നിങ്ങ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു, എന്റർടൈൻമെന്റ് ചെയ്യുന്നു, പോകുന്നു വരുന്നു. അത്രേനെ ഇതാര് പറഞ്ഞെങ്കിൽ ഒന്നും കുഴപ്പമില്ലാന്ന് അടുത്ത ആൾക്കാർ തന്നെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് സന്തോഷിക്കാം. അതാണ് നമുക്ക് ഒരാൾക്ക് ഹാപ്പി കൊടുക്കുന്നത്. നമ്മളെ കുറെ ആള് വേദനിപ്പിച്ചിട്ടുണ്ട്. സാധാരണ കുറെ എന്നെ നല്ല ഈ രീതിയിൽ വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരെന്ത് നല്ല എഡ്യൂക്കേറ്റഡ് ഉണ്ട്, നല്ല പണമുണ്ട്. അപ്പൊ ഈ പണം ഇല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഈ പണം ഉണ്ടവരോട് ദേഷ്യപ്പെടൂല. അങ്ങനത്തെ കുറെ സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വെറുതെ മോശം എന്ന് പറയുന്ന ആ രീതിയിൽ എനിക്ക് വന്നിട്ടുണ്ട്. വെറുതെ നമ്മ അങ്ങനത്തേനൊന്നും പോവാത്ത ഒരു വ്യക്തിയാണ്. നമ്മ കുറെ എന്റെ സാഹചര്യത്തിൽ ചിന്മയ മിഷനിൽ ഞാൻ കുറെ വർഷം ഇപ്പോഴും ഉണ്ട്, കുറെ വർഷങ്ങൾ ഇങ്ങനെ യൂത്ത് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്നെ അറിയാം, ചിന്മയ മിഷൻ കുറെ പേർക്ക് എന്നെ അറിയാം. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിനെ ചെറിയ മോശം ഇത് ചെയ്യുന്നത്. പിന്നെ നല്ല നല്ല ആൾക്കാർ ടീനു ടോം ചേട്ടനെ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ടീനു ടോം തന്നെ. പിന്നെ ഇപ്പൊ ഇനി കുറെ പേര് പറയുന്നുണ്ട് തൊപ്പിന്റെ കൂടെ 2 പേര് വരണോന്ന്. തൊപ്പിന്റെ കൂടെ വിളിച്ചിട്ടുണ്ടായി, പക്ഷെ പിന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹമുണ്ട്. എന്ത് തൊപ്പിന്റെ കൂടെ വരണം. അവര് നമ്പർ 6 തന്നു. 6 നമ്പറിൽ കിട്ടുന്നില്ല. 6 4-5 നമ്പർ തന്നു ഞാൻ, പക്ഷെ കിട്ടുന്നില്ല, നമ്പർ കിട്ടുന്നില്ല. പക്ഷെ തൊപ്പിന്റെ മാനേജർ ഇത്
അന്ന് പ്രാവശ്യം അപ്പൊ തൊപ്പി പിടിച്ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും പോകും. രണ്ടുപേരും പൊളിക്കും. പൊളിക്കും അടിച്ച് കോമളി എല്ലാം കോമളി ഞങ്ങൾ അടിച്ച് തിമിർക്കണം. അത്രേ ഉള്ളൂ. കോമളി തിരിച്ചറിയണം ശരിയാണ്. തെപ്പേരറ്റി മാർക്കറ്റ് നമുക്ക് തന്നെ നമ്മ എല്ലാരോടും നല്ല ഇങ്ങനെ ഡിമാൻഡ് ചെയ്യില്ല. ആരോടും ഇതുവരെ ആരെങ്കിലും പറഞ്ഞോട്ട് ഡിമാൻഡ് അങ്ങനെ ഇങ്ങനെ നമ്മ ചെയ്യില്ല. ഇപ്പൊ നമ്മ ഉപദ്രവിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വിഷ്ണുവിനെ രാവിലെ വിളിച്ചു, വിഷ്ണു വന്നു ഇതായി. അതുപോലെ മലപ്പുറം വിളിച്ചാൽ ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാൽ അപ്പം വിളിച്ചിട്ട് എന്തെങ്കിലും പോവാനുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് വരും. അതാണ് നമുക്ക് മലപ്പുറത്ത് തിരൂര് നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഹെൽപ്പ് ആക്കി ചെയ്യും. അവസാനമായിട്ട് കിംബോയുടെ റിക്വസ്റ്റ്, അതായത് ഞാൻ റീൽസിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ കിംബോയുടെ പെർഫോമൻസ്. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കാണിക്കാൻ പറ്റുമോ? റീൽ ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും രണ്ട് ആ ഗേളും പോയ കേട്ടുള്ള എന്തെങ്കിലും ചെറിയ സാധനം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ബിഗ് ബോസ് നിങ്ങളുടെ സ്വപ്നങ്ങളായ ബിഗ് ബോസിൽ കയറട്ടെ, സിനിമയിൽ കയറട്ടെ, വലിയ ആൾക്കാരെ മാറട്ടെ, വലിയ കലാകാരന്മാരായിട്ട് മാറട്ടെ. പിന്നെ കിംബോയ്ക്ക് ഒരു ചെറിയൊരു കാര്യം എന്റെ നാട്ടിലാണെന്നൊരു വിഷയോ. എന്റെ വീട്ടിനടുത്ത് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ അകലെയാണ് എന്ന് വെച്ചാൽ അടുത്ത് തന്നെ ഒരു 2 വീട്ടുകാരാ. അവരുടെ വീട്ടിലൊക്കെ ഇപ്പുറത്തെ വീട്ടുകാരുടെ പശുപാമ്പും അതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ വീട്ടില് വീട്ടുകാരുണ്ട്, അവര് രണ്ടും ചേർന്നായിരുന്നു. പക്ഷെ ഇപ്പുറത്തെ വീട്ടില് കുറച്ച് ദിവസമായിട്ട് ഈ വീടിന്റെ കല്ലൊക്കെ എടുത്ത് എറിയേക്കും, പൈപ്പ് അറക്കാം, അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. വാതിൽ മുട്ടിക്കാം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഈ പേപ്പറിൽ ഇങ്ങനെ എഴുതിയിടും കിംബോയി എന്ന് പറഞ്ഞിട്ട്. എന്റെ ഈ റീൽസ് തുറന്നു നോക്കിയാൽ റീൽസിലെ ഡയലോഗ് ചെയ്തിട്ട് കിംബോയ് എന്നാണ് പേപ്പറിൽ എഴുതി കൊണ്ടാണ് ഇടുന്നത്. ആ വീട്ടിലൊക്കെ എഴുതിച്ചു കിംബോയി എന്ന് പറഞ്ഞു. മലർത്തിയടിക്കും ചേർത്തടിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ ചെറിയ പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അങ്ങനെ അവസാനം പിന്നെ സ്റ്റേഷനിലൊക്കെ വിളിപ്പിച്ച് തന്നെ മറ്റേ അക്രമം നടന്ന വീട്ടിലും അവരെ വിളിപ്പിച്ച് അങ്ങനെ കൈ എഴുതൊക്കെ നോക്കിയപ്പോഴേ അപ്പൊ പോലീസിനറിയാം. അപ്പൊ ഞാനെന്നല്ലെന്ന് അവർക്ക് ഒറ്റവടത്തി കാണുമ്പോ അറിയാം. പിന്നെ ഫോറൻസിലൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ അവസാനം ഇത് CCTV പിടിച്ച് ഈ വീടിന്റെ അപ്പുറത്തുള്ളത് തന്നെ, ചേർന്നുള്ളത് തന്നെ, അയൽവാസികൾ തന്നെ. നമുക്കിട്ട് പണിയാൻ നോക്കിയതാണ്. അവർക്ക് പശുപാമ്പുണ്ട്, ഇവർക്ക് പശുവുണ്ട്. അതിന്റെ ഒരു ഇതാണ് അങ്ങനെ ആളുകള് ക്ലാഷ ഉണ്ടായത്. അതില് ഒരു ആളിലൊക്കെ ശ്രദ്ധ തിരിച്ചിടാൻ വേണ്ടിട്ട് എന്റെ കിംബോയി മലർത്തേക്ക് ചേർത്തടിക്കുന്ന പറയാണ്ട് എഴുതി അങ്ങ് കിട്ടും. അങ്ങനെ സംസാരിച്ച് സോൾവ് ആയി. ആ 2 വീട്ടുകാരും സോൾവ് ആയി. പിന്നെ നമ്മള് പിന്നെ ഞാൻ പിന്നെ കുറെ പേരുണ്ട്. പ്രോഗ്രാമിന് പോയ അങ്ങനത്തെവരൊന്നും നല്ല രീതിയിലാണ് പേര് പറഞ്ഞത്. ചിലപ്പോ ഡെയിലി കാണുന്നവരെല്ലാം ഒന്നിനും വില കൊള്ളാത്ത, ഒന്നിനും യൂസ് ഇല്ലാത്ത പോലെ മാത്രം പുറത്തു പോയാലും നമുക്ക് അത്ര ബഹുമാനം, അത്ര സ്നേഹമാണ്. ഇവിടെ എന്തോ ഒരു വ്യക്തിന് മാത്രം ഒരു ഇതുപോലെ ചെയ്ത് നല്ലവണ്ണം ദ്രോഹിക്കുന്ന രീതിയിൽ ഇപ്പോഴും ചെയ്യുന്ന കുറച്ച് പേരുണ്ടല്ലോ. അന്ന് ആ മീഡിയക്ക് വേറെ ഒന്നും ഞാൻ വിളിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. അന്ന് ഞാൻ പിന്നെ മീഡിയയെ വിളിക്കാൻ പോയതാ. പിന്നെ വേണ്ടെന്ന് വെച്ച് നമ്മുടെ പലരും പറഞ്ഞു, പോലീസിലൊക്കെ ഉള്ള ചില നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ പലർക്കും വേണ്ടെന്ന് പറഞ്ഞു, റിപ്പോർട്ടെന്ന് പറഞ്ഞു, വിഷയം കേട്ടെന്ന് പറഞ്ഞു. നടക്കട്ടെ. അപ്പൊ ഇനി പുതിയ പുതിയ വീഡിയോകളും പുതിയ റീൽസ്, പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡാൻസ്, പല ഐറ്റംസും നമ്മളത് വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ മനോജ് കുമാർ എന്ന ഇൻസ്റ്റാഗ്രാമിന്റെ എല്ലാവരും ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതാണ് നമ്മളെ ആഗ്രഹം. അപ്പൊ നമ്മളെ ഇനി നിങ്ങൾ ഉയർത്തി കൊണ്ടുപോകാൻ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ്, ഇങ്ങനെ സുഖമില്ലാത്ത അങ്ങനെ ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മാറ്റർ എല്ലാം തന്നാൽ നമ്മ ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറി ഇട്ടിട്ടെല്ലാം പോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ മാസ്റ്റിക് മീഡിയ നമുക്ക് ഇവിടെ എത്തിച്ചിട്ട് നമുക്ക് ഇത്രയും സപ്പോർട്ട്, ഇനി നമുക്ക് ഇവരെ സപ്പോർട്ടും വേണം. അതുകൊണ്ട് എല്ലാവിധ താങ്ക്സ് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല രീതിയിലാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത മാക്സിമം 1000 നമ്മള് എങ്ങനെ നന്ദി പറയുന്ന അറിയുന്നില്ല. അപ്പോൾ ബൈ പറയുന്നു.
ഇതുവരെ സപ്പോർട്ട് ചെയ്ത മാംസ്റ്റിക് മീഡിയയ്ക്ക് 1000 ആശംസകൾ. താങ്ക് യു. നല്ലത് പറയുന്നു. മാംസ്റ്റിക് മീഡിയ അടിപൊളി.